ഹായ്, ബാല അമൃത വിഷയം. വാസ്തവത്തിൽ ബാലയും അമൃതയും തമ്മിൽ എന്ത് നടന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് പേർക്ക് അതൊരു കണ്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിന് നമ്മളെ സമൂഹത്തിനെ ഉദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിനെ മുൻപോട്ട് കൊണ്ടുവരാൻ തുനിഞ്ഞു നിൽക്കുന്ന കുറേ മഹത് വ്യക്തിത്വങ്ങളുണ്ട്. കിക്ക് ആൻഡ് സംഘടന ടീം അംഗങ്ങളും. സത്യത്തിൽ കിക്കിന് ഒരു ബേർഡനാണ് വാഴസായി. അപ്പോൾ വാഴസായിയുടെ കുറേയധികം കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് മറ്റ് യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്, സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടുക എന്നുള്ളത് അവൻ്റെ ഒരു സ്ഥിര പരിപാടിയാണ്. പിന്നെ അവനെപ്പറ്റി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പലരും എനിക്ക് അതുകൊണ്ട് വന്നിട്ട് ചേച്ചി ഇത് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഞാനത് കാണാൻ പോയിട്ടില്ല. എൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? അമൃത അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. കീപ് ഗോയിങ്, ഇനിയും ചെയ്യുക, ഇനിയും തുടർന്ന് ചെയ്യുക എന്ന്. ഈ ഫാമിലിയുമായി അറ്റാച്ച്ഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ ഫാമിലിയിൽ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മനസ്സിലാവുള്ളൂ. അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനെയും അമ്മയും പോലും കെയർ ചെയ്യാത്തൊരുത്തനാണ്. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാത്ത വാല്യൂ അവൻ നാട്ടിൽ ആർക്കും കൊടുക്കും. അപ്പോൾ അവനൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറായി നിലനിൽക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഒരു വിരോധാഭാസമാണ്. ഏറ്റവും മോശപ്പെട്ടൊരു റിവ്യൂവറും ഏറ്റവും മോശപ്പെട്ട രീതിയിൽ കാര്യങ്ങളെ അപഗ്രഥിച്ച് പറയുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട യൂട്യൂബർ എന്നതിനപ്പുറം അവന് ഒരു വാല്യൂയും കൊടുക്കേണ്ടതില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ അവൻ്റെ കൂടെ തന്നെ അനുബന്ധമായിട്ട് അവൻ കുറച്ച് കിങ്ങരന്മാരെ വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ, ഈ ഖാദർ കരിപ്പൊടിയുടെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്ന വളിരാജൻ ടീം, ഇവരൊക്കെ എടുത്തു വെച്ച് പറയുന്നുണ്ട്. വളിരാജിനെതിരെയും ഓൾറെഡി പേരുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ ആപ്റ്റായിട്ടുള്ള പേരുകൾ ഇതിനേക്കാൾ വൾഗറായ പേരുകളാണ്. ഈ ആരുടെയെങ്കിലും വളിക്കൊക്കെ വിളി കേൾക്കാൻ പോകുന്ന പിന്നെ വളിരാജ് എന്നല്ല വേറെ എന്താന്ന് വിളിക്കാനായിട്ട്. അപ്പോൾ അയാൾക്കെതിരെയും കേസ് പോയിട്ടുണ്ട്. അഭിരാമി അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റീസണും തുടർന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്, എന്താണ് റീസൺ എന്തുകൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നിയമപരമായും അവർ മുൻപോട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. പിന്നെ ഈ ഡിഫമേഷൻ കേസുകളുടെയൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്വത്തുക്കളുള്ളവർക്കെതിരെയാണെങ്കിൽ പ്രയോജനം ചെയ്യും, സ്വത്തില്ലാത്തവർക്കെതിരെ നമ്മളിത് കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, ജയിലിൽ പിടിച്ചിടും കുറച്ച് ദിവസം. അതൊക്കെ പ്രതീക്ഷിക്കാമെന്നതിനപ്പുറം ഫൈൻ കൊടുത്താലും ഇറക്കി വിടുന്ന ഒരു ഇതുണ്ട് നമ്മളുടെ നിയമവശം, അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് നാട്ടുകാരാണ്. ഞാൻ ഒരു പ്രാവശ്യം ഈ വളിരാജിൻ്റെ ബിഹൈൻഡ് പോയിരുന്നു. ആ നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ ചേട്ടന്മാർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് പറഞ്ഞതുമാണ്. അബിയൊക്കെ ചെയ്യേണ്ടത് അവിടെ പോയി ആ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്ത് പനിപിടിഞ്ഞ് രണ്ട് പൊട്ടിക്കാനുള്ള വകുപ്പ് ഏർപ്പാടാക്കുകയാണ് ചെയ്യേണ്ടത്. വരും ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാനാണ് ചാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവനവൻ്റെ സുരക്ഷാ മേഖലകളിൽ കയറിയിരുന്നു കൊണ്ട് വായ്ത്താളം അടിക്കുന്ന ഇത്രയുള്ള വായാടികളെ നാട്ടുകാരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. പിന്നെ പറയുന്നൊരു കാര്യം, അമൃത മറ്റൊരു വിവാഹം കഴിച്ചു, അതിനകത്ത് താളപ്പിഴകളാണ് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കുട്ടിയുടെ കയ്യിൽ നിന്ന് പറ്റിയത് തെറ്റ് തന്നെയാണ്. തെറ്റിനകത്ത് അവളുടെ തെറ്റല്ല, അത് അങ്ങനെ ഒരുത്തനെ വീണ്ടും ചൂസ് ചെയ്തതിലുള്ള അപാകതയാണ് ഞാൻ പറഞ്ഞത്. അത് അമൃത കുറ്റക്കാരി എന്ന് എനിക്ക് ഭാഗമില്ല. അവൾക്ക് അങ്ങനെ ഒരു അബദ്ധമാണ് പറ്റിയത്. ആ അബദ്ധം അത് തിരുത്തുകയും ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിൽ ആ കുട്ടി ആ ഒരു ഇതിനകത്ത് തന്നെ കിടക്കണം എന്ന് പറയുന്നത് ഒരുതരം ക്രൂവൽറ്റിയാണ്, അത്രയേ ഉള്ളൂ. ഏതായാലും ബാലയുടെ ഇപ്പോഴും ഉണ്ടായിരുന്ന ഭാര്യ 1 വർഷം മുമ്പേ പിരിഞ്ഞു എന്നാണ് കാര്യങ്ങൾ അറിയുന്നത്. സത്യാവസ്ഥ എന്തെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും അവർക്ക് പറയാനുമുണ്ട്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇത് തന്നെയാണ് ഞാൻ കുറച്ച് മുമ്പിട്ടൊരു വീഡിയോ, നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ് അയാൾ എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഏകദേശം അതിന് ഇത് പറയുന്ന രീതിയിൽ ഒരു വാക്ക് നമ്മുടെ എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനം മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, മെൻ്റലി ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു, ആരുമില്ല, ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യണു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഓക്കെ ഷുഗർ ഉണ്ട്, നമ്മൾ ഡോക്ടറെ കാണിക്കണു, അതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പ്രഷറുണ്ട്, ഡോക്ടറെ കാണിക്കണു. മുറിവുണ്ട്, ഇത് കാണിക്കണു. അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട കാര്യമുണ്ട്, ഡോക്ടറെ കാണിക്കണു. അതൊന്നും പറയാനും അതുപോലെ തന്നെ ആളിനെ കാണാനും ഡോക്ടറെ കാണാനും ബുദ്ധിമുട്ടില്ല. പക്ഷേ സൈക്കാട്രിസ്റ്റിൻ്റെ അവിടേക്ക് ഒരു ഡിപ്രഷൻ വന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടുക, നമ്മുടെ ഹാപ്പിനെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് ഇത് ഒരാളോട് ഷെയർ ചെയ്യാൻ പോലും ചിലപ്പോൾ ആളില്ലാന്ന് തോന്നുന്നുണ്ടാവും. ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലത്തെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമുക്ക് തോന്നില്ല ഇത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല, ആരും അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആരും ഒപ്പം ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടാവും.
നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസിനോട് ഷെയർ ചെയ്യാൻ നോക്കുക മാക്സിമം. അതുപോലെ തന്നെ ഒന്നും പറ്റിയില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. മരുന്നുകൊണ്ട് ചെറിയൊരു ഹെൽപ്പ് കിട്ടും. പിന്നെ നമ്മളായിട്ട് വലിയ ഈ ഒരു ഡിപ്രഷനിൽ പോയി ഒറ്റയ്ക്കായി മൊത്തത്തിൽ ഹോപ്പൊക്കെ നശിച്ച ഒരു സമയത്ത് നമ്മൾ വലിയ സ്വപ്നങ്ങളൊന്നും വെക്കാണ്ടിരിക്കുക. ഇതുണ്ടായി നെഗറ്റിവിറ്റി വിട്ടിട്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഒന്ന് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് നൈറ്റ് എഴുതിയിട്ട് വയ്ക്കുക. പിന്നെ നടക്കാൻ പോവുക, ഇത്തിരി ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് ആവണത്, എക്സസൈസ് കൊടുക്കുക, യോഗ കൊടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അതൊക്കെ ആക്ച്വലി നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആകുമ്പോഴും അതുപോലെ തന്നെ ചെറിയ വിഷമങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. അതുപോലെ പിന്നെ ചെയ്യാൻ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. ഈ ഡിപ്രഷനുകളിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ തോന്നും, ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാനാണ് തോന്നുന്നത്. സോ ഫുഡ് കൺട്രോൾഡായിട്ട് പോകാൻ നോക്കുക. തടി കൂടാനും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് തടി കുറയാനൊന്നും പോകാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൺട്രോൾ ചെയ്യുക, പാറ്റേൺ ഫോളോ ചെയ്യാൻ നോക്കുക. പക്ഷേ ഇതൊന്നുമല്ല കാര്യം, നമ്മൾ ഓരോ ബേബി സ്റ്റെപ്പ് ആയാലും ആ ബേബി സ്റ്റെപ്പ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ വീണെന്ന് വരും, പക്ഷെ എന്നാലും അടുത്ത ചെറിയ സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഒരു അച്ചീവ്മെൻ്റാണ്, വിജയമാണ്. അങ്ങനെ എന്തായാലും സൂചന മറ്റൊന്നും അല്ല, ഭ്രാന്തുണ്ടെങ്കിൽ ആശുപത്രി പോടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിക്ചർ പിടിയിട്ടു. അതിനെ കൂടുതൽ അതിന് ഓപ്പണായിട്ട് പറയാനുള്ള സാഹചര്യ കുറവുണ്ടായിരിക്കും. ഇനി അല്ലാന്നാണെങ്കിലും അല്ലാന്നൊന്ന് പറഞ്ഞോട്ടെ. ബട്ട് എനിക്ക് മനസ്സിലായത് ഇപ്പോഴിപ്പോൾ ഈ മന്ദബുദ്ധികൾ, തലയ്ക്ക് സുഖമില്ലാത്തവരുടെ ഒരു കാര്യം പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് വീണ്ടും റിപ്പീറ്റഡ്ലി അത് വന്ന് പറയുന്നത്. നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമാണ്. അത് പക്ഷെ തുറന്നു പറയാനായിട്ട് ഒരു മടി പോലെ പുള്ളിക്കാരത്തി കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എവിടെയാണ് പ്രശ്നമെന്നറിയാമോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ അമിക്കബിളി അത് സോൾവ് ചെയ്യാനും ആ പ്രശ്നം ഇല്ലാതാക്കാനും ശ്രമിക്കണം. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷെ അതിനകത്ത് ഈ ഒരു വിഷയം വരുമ്പം ഞാനിത് പറയണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ ഭർത്താവിനൊരു പ്രോബ്ലം ഉണ്ട്. അതായത് എക്സിന് ഒരു പ്രോബ്ലം ഉണ്ട്. അയാളൊരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. ഷുഡ് റിവീൽ. കാരണം അത് കാരണം ബാധിക്കപ്പെടുന്ന മറ്റൊരു പെണ്ണിനോട്, ഇപ്പം എലിസബത്തോ പിന്നെ അമൃത പറഞ്ഞതുപോലെ എലിസബത്ത് പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഇയാളുടെ മാനിപ്പുലേഷനിൽ ഇനിയൊരു പെൺകുട്ടിയുടെ ലൈഫും കൂടെ പോകും. അപ്പോഴും ഇയാൾ ഇതുപോലെ പറഞ്ഞ് സ്കോർ ചെയ്യും. ഒരാളെ കൊണ്ട് പ്രശ്നമുണ്ടായാൽ അത് അയാളാണ് കുഴപ്പം, അല്ല അങ്ങനെ മറ്റേയാളാണ് കുഴപ്പമെന്ന് പറയാം. അതേസമയം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായി പ്രശ്നമുണ്ടാകുന്നെങ്കിൽ പ്രശ്നക്കാരാരാണെന്ന് സ്വയം വിലയിരുത്തുക. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യം തന്നെയാണത്. അപ്പോൾ ഈ വിഷയത്തിൽ എലിസബത്ത് പറഞ്ഞതും കൂടെ വെച്ച് ടാലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണെന്ന് കൂട്ടി വായിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി ആ പെൺകുട്ടി വായ തുറന്ന് ഈ നടന്ന വിഷയം എന്താണെന്നും താനും ഇതുപോലെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അതിലൂടെ തീരാനുള്ളതേ ഉള്ളൂ ഇവൻ്റെ ഈ ക്രിമിയടി എന്നുള്ളതാണ്. ഇതൊരു മെൻ്റൽ ഇഷ്യൂ തന്നെയാണ്. അത് ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അവൻ്റെ സുരക്ഷിതത്വത്തിനും ചുറ്റുമുള്ളവരുടെ സുരക്ഷിതത്വത്തിനും അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് അവൻ മനസ്സിലാക്കാതെ വീണ്ടും അവരെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും അവരെ ആക്രമിക്കാനും ഒക്കെ നോക്കുന്നത് ഭീകരമാണ്, ഭയാനകമാണ്. അവന് ഒത്തു നിൽക്കുന്നവന്മാർ അതിനേക്കാൾ വൾഗറായ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തിന്നുന്ന വാഴ സായിര വർത്തമാനത്തിന് വായ്ത്താളവും നിങ്ങൾ ഇനിയും പോയി കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അവനെ ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത്. ഇഗ്നോർ ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു പരിപാടി. സോഷ്യൽ ഈവിളായിട്ട് അവനെ മാറ്റി നിർത്തുക എന്നുള്ളത്. അവന് സോഷ്യൽ ഈവിളാണ്. അവൻ സപ്പോർട്ട് ചെയ്തവരിൽ 1-2 പേരെ ഞാൻ പറയാം. പോക്സോ പ്രതിയാണ് മല്ലു ട്രാവലർ എന്ന് പറയുന്നത്. ആ പെൺകുട്ടി ആത്മാർത്ഥമായി, അത്രയും അസുഖബാധിതയായ ഒരു കുട്ടിയാണ്, അത് ആത്മാർത്ഥമായി വന്നിരുന്നു കാര്യങ്ങൾ വിവരിച്ചെന്ന്. ഒരു പോക്സോ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കുക. ആ കുട്ടിയെ ഗർഭാവസ്ഥയിൽ തന്നെ അതിൻ്റെ വയറി ചവിട്ടി അതിനെ ഗർഭമലസിപ്പിക്കുക. അത്രയും തീവ്രമായ ക്രൈം ചെയ്ത ഒരു ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യാൻ സായിയെ പോലുള്ള ഒരാൾക്കേ പറ്റുള്ളൂ. അതാണ് അവൻ്റെ ക്യാരക്ടർ. പിന്നെ അടുത്തതാരായിരുന്നു? ഇതേപോലൊരു വൾഗറിസം കാണിച്ചവനാണ്. ഒരു പെണ്ണിന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക മാത്രമല്ല, അവളുടെ കയ്യിൽ നിന്ന് 12 ലക്ഷം രൂപ അടിച്ചു മാറ്റിയ ശേഷം അവളെ നിഷ്ഠൂരമായി വളരെ വൾഗറായി പറഞ്ഞ ഒരു വൃത്തികെട്ട സത്വത്തിനെ പിടിച്ച് കൂടെ ഇരുത്തി അവൻ എൻ്റെ സുഹൃത്താണ്, എനിക്കൊന്നും പറയാനാവത്തില്ല എന്ന് പറഞ്ഞതാരാണ്? എൻ്റെ പേരെനിക്കറിയത്തില്ല, ഓർമ്മയില്ല, അതുകൊണ്ടാണ്. പക്ഷെ അവനാണ് അടുത്ത ആൾ. സായിയുടെ സ്വന്തം സുഹൃത്താണ്. എൻ്റെ സുഹൃത്താന്നാണ് പറയുന്നത്, എൻ്റെ ഡീപ്പ് ഫ്രണ്ടെന്നാണ് പറയുന്നത്. അവൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അതേപോലെ അവൻ ഉണ്ടാക്കിയ സംഘടനയുടെ മെയിൻ മെലാലിയായിട്ടിരിക്കുന്ന കിക്കില് മെയിൻ കൊണാണ്ടർ എന്ന് പറയുന്നവൻ എന്താണ്? തീവ്രവാദ മെൻറ്റാലിറ്റിയുള്ള തീവ്രവാദിയായ ഒരുത്തനാണ്. CIയെ തല്ലാൻ കയറുക, പിന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക,
ഹണി ട്രാപ്പ് പോലുള്ള ഇഷ്യൂവിൽ പോയി പെടുക, എത്രയോ കേസുകൾ സ്വന്തം പേരിലുണ്ടെന്ന അഭിമാനബോധത്തോടു കൂടി വീഡിയോ ചെയ്യുന്ന ഒരു സുഡു. അവനാണ് ഇവൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ട് സർക്കിളാണ് പറയുന്നത്. ഇനി സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ കേരളക്കര ഒന്നടങ്കം, അതായത് കുടുംബ ഇതുകളിൽ കാണുന്ന ഒരു ഷോ ബിഗ് ബോസ് സീസൺ 6, ഇതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് അവൻ ചെയ്തതോ പോട്ടെ, അത് പോകുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്കിടയിൽ അവൻ എന്തോ സംഭവമാണെന്നും അവൻ ആ വൃത്തികേടിനെതിരെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, പുറത്തേക്ക് വന്ന് പറയുന്ന ജനങ്ങൾക്കെല്ലാം നടുവിരൽ നമസ്കാരം എന്ന ടൈമിൽ അവളെയും തൂക്കി വെച്ചുകൊണ്ട് അവൻ കാണിക്കുന്ന പേക്കൂത്ത്, നിങ്ങൾ അവന് കൊടുത്തിരിക്കുന്ന വാല്യൂ അവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരവാദി പൊതുജനമാണ്, പൊതുജനം കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണത്. അവന് അത്രയും കൂടുതൽ റീച്ചുണ്ട്, അത്രയും ആളുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം അവനിങ്ങനെ സോഷ്യൽ ഈവിളായി നിലകൊള്ളുകയും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ എടുത്തു വെച്ച് കളിയാക്കിയും വൃത്തികേടും പറഞ്ഞും ശീലിച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട ജന്തുവിനെ വീണ്ടും വീണ്ടും നമ്മൾ കെയർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യണം? എന്തിനാ ഇവൻ്റെ വീഡിയോ കാണാൻ പോകുന്നത്? അവനൊരു വ്യക്തിയാണോ? മനുഷ്യപ്പറ്റുണ്ടോ? അവൻ അവിടെ എന്താ പറഞ്ഞത്? അവൻ്റെ അച്ഛൻ്റെ അടുത്ത് മിണ്ടിയിട്ട് എത്രയോ കാലമായി, അമ്മയുമായിട്ട് ഭാര്യ ചേർന്ന് പോകുന്നില്ല. അപ്പം അമ്മയും കുഴപ്പമാകുന്നു, ഭാര്യയും കുഴപ്പമാകുന്നു. അവൻ വേറൊരു നാർസിസ്റ്റാണ്. അവൻ നല്ലതാണ്, അവൻ പെർഫെക്റ്റാണ്. അവൻ്റെ ഭാര്യ കുഴപ്പം, അവൻ്റെ അമ്മ കുഴപ്പം, കുടുംബത്തിലുള്ളവരെ തന്നെ തള്ളി പറയുന്ന വൃത്തികെട്ട ജാതി. ഞാൻ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇല്ലാത്ത സമയത്ത് അവനെ കുറ്റം പറഞ്ഞോളാണ്. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും ചേരുമ്പടിയല്ലേ ചേരുക. അപ്പം നമുക്ക് അതിനകത്തൊന്നും അഭിപ്രായമില്ല. പക്ഷെ പൊതുവിൽ പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളും ഈ പറയുന്ന ഈ പെൺകുട്ടികൾക്കെതിരെ സംസാരിച്ച വ്യക്തികൾ ഓരോരുത്തരെ എടുത്തു നോക്കിയാൽ ഇവൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുക, എത്ര വൾഗറാണെന്നറിയാമോ? കുടുംബമില്ല, കുടുംബ ബന്ധങ്ങളെപ്പറ്റി അറിയില്ല, അങ്ങനെ ഒന്നും അറിയാത്ത കുറേ പ്രാന്തന്മാരിരുന്നു കൊണ്ട് പോക്കർത്തരം പറയുന്നത് കേൾക്കാനായി നിങ്ങൾ പോയി ഇരിക്കുന്നത് കൊണ്ടാണ് ഇവനൊക്കെ വളർന്നു വരുന്നത്. മുളയിലേ നുള്ളിക്കളയേണ്ട പേവിഷകളാണിതൊക്കെ. ഇതൊക്കെ എടുത്ത് ദൂരെ കളയേണ്ട കേസുകളാണ്. ഏതായാലും ഈ പെൺകുട്ടിക്ക് ആത്മാർത്ഥമായി ഒന്ന് വായു തുറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ കാര്യമായിരുന്നു, അതൊരു വലിയ ആയിരുന്നു എന്നുള്ളത് വസ്തു. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇത് ചെറിയൊരു സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായി ഒത്തിരി പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾ സീരിയസ്ലി ഇതിൻ്റെ ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ പറയേണ്ട ഒരു ആവശ്യകത ഉണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. എന്തായാലും ആ പെൺകുട്ടിയും തള്ളി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇവനെയൊന്നും ഏഴായാലത്ത് അടുപ്പിക്കാൻ കൊള്ളാത്ത ക്യാരക്ടേഴ്സാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ ഗതികേടാണ്. ഇത്തരത്തിലുള്ളവരെ നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ നമ്മളുടെ ഗതികേടാണ്. അത്രയേ ഉള്ളൂ. ഗോവിന്ദച്ചാമി ലെവലിലുള്ളവരെയൊക്കെ സുഹൃത്തുക്കളായി കൊണ്ട് നടക്കുകയും അവരെയൊക്കെ വക്കാലത്ത് പറയുകയും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സായിയെ പോലുള്ള ക്രിമിനലുകളെ നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളത് നമ്മളുടെ ഗതികേടായിട്ട് തന്നെ മനസ്സിലാക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊന്നും ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു വൃത്തികെട്ട ജന്തു. അവന് പണം കിട്ടണം, അവൻ ആരെ എടുത്തു വെച്ച് നോക്കും. അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഈ ഒരു അവസ്ഥയിൽ ഒരു കുട്ടിയുടെ ഇതുപോലും കൺസേൺ ചെയ്യാതെ വീണ്ടും ഇരുന്നു കൊണ്ട് കുട്ടിയെ പഠിപ്പിച്ച് ചെയ്യിച്ചു എന്നുള്ള രീതിയിൽ വക്രീകരിച്ച് കൊണ്ടുവരുന്നതുണ്ടല്ലോ, അത് അവരവർക്ക് വന്നാലേ മനസ്സിലാകുള്ളൂ. അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അവരവർക്ക് വരണം, എന്നാൽ മാത്രമേ അതിൻ്റെ തീവ്രത മനസ്സിലാവുകയുള്ളൂ. അതായത് പേപ്പട്ടി കൂട്ടങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് ആ സംഘടനയും ആ സംഘടനയിലുള്ള കുറേ വൃത്തികെട്ടവന്മാരും ഈ അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ വിലക്കാൻ അറിയാം. ആവശ്യമായ ഒരു കാര്യങ്ങൾക്ക് സ്വയം തന്നടക്കമെങ്കിലും കാണിക്കാനുള്ള മാനസികാവസ്ഥയില്ലാത്ത വൃത്തികെട്ട സത്വങ്ങൾ. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. താങ്ക് യു.